നമസ്കാരം. ഈ പുതിയ അവതരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു അവയവത്തെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണുകൾ. ഈ ലോകത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുക്കുന്ന ഈ ചെറിയ അവയവത്തിനുള്ളിലെ മാന്ത്രികത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ? ആദ്യം തന്നെ ഈ സംഖ്യ ഒന്ന് നോക്കൂ. 10 ദശലക്ഷം, അതായത് 1 കോടി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 1 കോടിയിലധികം വ്യത്യസ്ത നിറങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ മനുഷ്യന്റെ കണ്ണിന് കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കാണുന്ന ഈ ലോകം ഇത്രയും കളർഫുള്ളാകാൻ കാരണം നമ്മുടെ കണ്ണുകളുടെ ഈ അവിശ്വസനീയമായ കഴിവ് തന്നെയാണ്. ഇനി ഇതിന്റെ വേഗത എത്രയാണെന്നറിയാമോ? നമ്മളൊരു കാഴ്ച കണ്ടാൽ അത് പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് വെറും 13 മില്ലി സെക്കൻഡുകൾ മതി. അതെ, 13 മില്ലി സെക്കൻഡ്. നമ്മളൊരു കാര്യം ബോധപൂർവം ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണിത് സംഭവിക്കുന്നത്. കണ്ണിമ വെട്ടുന്ന നേരമെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിക്കും അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മുതിർന്നവരിൽ ഏകദേശം 70% ആളുകൾക്കും ഇപ്പോൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഉണ്ട്. അതായത് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് കണ്ണുകൾക്കുണ്ടാകുന്ന ക്ഷീണം. ഇത്രയും പവർഫുള്ളായ നമ്മുടെ കണ്ണുകളെ ഈ സ്ക്രീനുകൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ കണ്ണിന്റെ ഘടന അഥവാ അനാറ്റമി ഓഫ് ദ ഐ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പ്രകാശമാദ്യം കടന്നുവരുന്ന സുതാര്യമായ കോർണിയ, അതിനെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന ലെൻസ്, പിന്നെ ലക്ഷക്കണക്കിന് ഫോട്ടോ റിസപ്റ്ററുകളുള്ള റെറ്റിന, ഒപ്പം ഓരോ മണിക്കൂറിലും 36,000 ബിറ്റ്സ് വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഒപ്റ്റിക് നെർവ്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെയും വെല്ലുന്ന ഒരു മെഷീനായി നമ്മുടെ കണ്ണു മാറുകയാണ്. ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം പറയാം. നമ്മുടെ റെറ്റിനയിലെ കോശങ്ങളെക്കുറിച്ചാണ്. ഇരുട്ടിൽ കാണാൻ നമ്മെ സഹായിക്കാൻ 12 കോടിയോളം വരുന്ന റോഡ് കോശങ്ങളുടെ ഒരു വലിയ സൈന്യം തന്നെ അവിടെയുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ കാണുന്ന നിറങ്ങൾക്കെല്ലാം കാരണം വെറും 60 ലക്ഷത്തോളം വരുന്ന കോൺ കോശങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1 കോടി നിറങ്ങൾ തിരിച്ചറിയുന്നത് ഈ ചെറിയ സ്പെഷ്യൽ ഗ്രൂപ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ പ്രകാശം എങ്ങനെയാണ് കണ്ണിലൂടെ സഞ്ചരിച്ച് കാഴ്ചയായി മാറുന്നത്? പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. 1. എൻട്രി അഥവാ കോർണിയയിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നു. 2. ഫോക്കസ്, അതായത് ലെൻസ് വഴി പ്രകാശം ഫോക്കസ് ചെയ്യപ്പെടുന്നു. 3. ട്രാൻസ്ഡക്ഷൻ, റെറ്റിന ഈ പ്രകാശത്തെ സിഗ്നലുകളാക്കി മാറ്റുന്ന പരിപാടിയാണിത്. അവസാനമായി ഓപ്റ്റിക് നെർവ് വഴിയുള്ള ട്രാൻസ്മിഷൻ. അങ്ങനെയാണ് ഫൈനലി നമ്മളൊരു കാഴ്ച കാണുന്നത്. ഇനി നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന ചിത്രങ്ങളെല്ലാം ശരിക്കും തലകീഴായിട്ടാണ് ഇരിക്കുന്നത്. അതെ, വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? പക്ഷെ നമ്മുടെ തലച്ചോറാണ് വെറും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഇതിനെ നേരെയാക്കി നമ്മളെ കാണിക്കുന്നത്. കാഴ്ച എന്നത് വെറും ഒരു ക്യാമറ ക്ലിക്ക് പോലെയല്ല, തലച്ചോറിന്റെ വളരെ ആക്റ്റീവായൊരു ഇടപെടൽ കൂടിയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായ ദ ഡിജിറ്റൽ സ്ക്രീൻ എപ്പിഡമിക്കിനെ കുറിച്ച് നോക്കാം. സത്യം പറയാമല്ലോ, നിങ്ങളിപ്പോൾ ഈ പ്രസന്റേഷൻ കാണുന്നത് തന്നെ ഒന്നുകിൽ ഒരു ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആയിരിക്കുമല്ലോ. വരണ്ട കണ്ണുകൾ, മങ്ങിയ കാഴ്ച, തലവേദന, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ്റെ ലക്ഷണങ്ങളാണിത്. സാധാരണയായി കണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ 1 മിനിറ്റിൽ 15 മുതൽ 20 തവണ വരെ കണ്ണു ചിമ്മാറുണ്ട്. പക്ഷേ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളിത് മറന്നുപോകും. അതാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായുമുണ്ട്. അതാണ് 20-20-20 റൂൾ. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും കുറഞ്ഞത് 20 അടി ദൂരെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒരു 20 സെക്കൻഡ് നോക്കുക. ഈ ചെറിയൊരു ശീലം നിങ്ങളുടെ കണ്ണുകളുടെ സ്ട്രെയിൻ മാറ്റാൻ ഒരുപാട് സഹായിക്കും. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. പക്ഷേ ഇതൊക്കെ സാധാരണ സ്ട്രെയിനുകൾ. ഇതിനപ്പുറം കണ്ണുകൾക്ക് എന്തെങ്കിലും സീരിയസ് ആയ മെഡിക്കൽ പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സാധാരണ കണ്ടീഷൻസും അതിനുള്ള ഇന്നൊവേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഗ്ലോക്കോമ എന്നത് കണ്ണിന്റെ പ്രഷർ കൂടി ഒപ്റ്റിക് നെർവിനെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. അതുപോലെ പ്രായമാകുമ്പോൾ നമ്മുടെ കേന്ദ്ര കാഴ്ചയെ ബാധിക്കുന്ന ഒന്നാണ് മാക്യുലാർ ഡീജനറേഷൻ. പക്ഷേ പേടിക്കണ്ട, ഇന്നത്തെ സയൻസ് ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. കണ്ണടകൾ ഒഴിവാക്കാനുള്ള ലാസിക് സർജറികളും ലേറ്റസ്റ്റ് ആന്റി-VEGF ഇഞ്ചക്ഷനുകളും ഇന്ന് അനായാസം ലഭ്യമാണ്. അതുമാത്രമല്ല, സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ബയോണിക് റെറ്റിന ഇംപ്ലാന്റുകൾ വരെ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വസനീയമാണല്ലേ? അടുത്തതായി കണ്ണുകൾ എങ്ങനെ നമ്മുടെ മൊത്തം ആരോഗ്യത്തിന്റെ ഒരു വിൻഡോ ആകുന്നു എന്ന് നോക്കാം. സത്യത്തിൽ നമ്മുടെ കണ്ണുകൾ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ശരീരത്തിൽ ഒരു സർജറിയുമില്ലാതെ നേരിട്ട് രക്തക്കുഴലുകളും ഞരമ്പുകളും കാണാൻ കഴിയുന്ന ഏക അവയവം കണ്ണാണ്. അതുകൊണ്ടുതന്നെ മറ്റു പല വലിയ അസുഖങ്ങളും തുടക്കത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു കിടിലൻ ഡയഗ്നോസ്റ്റിക് വിൻഡോ ആയിട്ട് നമ്മുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സാധാരണ കണ്ണ് പരിശോധന കൊണ്ട് എത്ര കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്നറിയാമോ?
ഉദാഹരണത്തിന് റെറ്റിനയിലെ ചില മാറ്റങ്ങൾ കണ്ടാൽ മറ്റു ലക്ഷണങ്ങൾ വരുന്നതിനു മുൻപ് തന്നെ പ്രമേഹം അഥവാ ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ രക്തക്കുഴലുകൾ ചുരുങ്ങിയിരിക്കുന്നത് ഹൈ ബിപിയുടെ ലക്ഷണമാണ്. ഇനി ഒപ്റ്റിക് നെർവിൽ എന്തെങ്കിലും നീർവീക്കം കണ്ടാൽ അത് ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള വലിയ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുടെ സൂചനയാകാം. എന്തൊരു അത്ഭുതമാണിതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇത്രയും വിലപ്പെട്ട നമ്മുടെ കാഴ്ചയെ എങ്ങനെ സംരക്ഷിക്കാം? ഇതിനായി നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പുറത്തിറങ്ങുമ്പോൾ നല്ല UV പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കുക. ഇലക്കറികളും ഒമേഗ 3 അടങ്ങിയ മത്സ്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ്. കാരണം പുകവലിക്കാത്തവരെ അപേക്ഷിച്ച് പുകവലിക്കുന്നവർക്ക് മാക്യുലാർ ഡീജനറേഷൻ വരാനുള്ള സാധ്യത 4 മടങ്ങ് കൂടുതലാണ്. അതൊരു വലിയ റിസ്ക് ആണല്ലേ. ഇനി ഐ കെയറിന്റെ ഭാവി എന്താണെന്ന് കൂടെ പറയാം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗത്തിലാണല്ലോ. ഇപ്പോൾ AI സിസ്റ്റംസ് ഡോക്ടർമാരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഗ്ലോക്കോമയും ഡയബറ്റിക് റെറ്റിനോപ്പതിയുമൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ അവസാനമായിട്ടൊന്ന് വിശദമായി പരിശോധിച്ചത് എപ്പോഴാണ്? പല അസുഖങ്ങൾക്കും തുടക്കത്തിൽ ഒരു ലക്ഷണവും കാണില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് മുതിർന്നവർ എല്ലാവരും ഓരോ 2 വർഷം കൂടുമ്പോഴും നിർബന്ധമായും ഒരു ഫുൾ ഐ ചെക്കപ്പ് ചെയ്തിരിക്കണം. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ എന്തു തോന്നി? നിങ്ങളുടെ ഈ അമൂല്യമായ കണ്ണുകളെ സംരക്ഷിക്കാൻ ഇന്ന് തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കൂ. ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കേട്ടിരുന്നതിന് വലിയൊരു നന്ദി.